കോഴിക്കോട് രണ്ടാം ദിവസത്തെ പര്യടനം അല്ലേ? അതെ, നമ്മളിപ്പോ SM സ്ട്രീറ്റില് കോഴിക്കോട് SM സ്ട്രീറ്റ് നമ്മൾ അത്യാവശ്യം മധുരമൊക്കെ കഴിച്ചു. അങ്ങയുടെ പേര്? ഗഫൂർ, സൂര്യ ഗഫൂർ. അങ്ങേക്ക് ഒരു സ്ഥാപനം ഉണ്ടല്ലോ കോഴിക്കോട്, സൂര്യ ഫാർമസി അല്ലേ? മരുന്നാണോ? നമുക്ക് ലഹരിക്ക് ഒരു മരുന്ന് വേണം, അതാണ് ഇപ്പൊ നമ്മുടെ പ്രശ്നം. ഓക്കെ, അങ്ങേക്ക് എന്തുവാ യഥാർത്ഥത്തിൽ ഈ ഫാർമസിയിലൊക്കെ ഇങ്ങനെയുള്ള ലഹരിക്കാരുടെ അക്രമം ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും. സ്റ്റേറ്റ് ഗവൺമെന്റ് വലിയ സ്ട്രിക്റ്റ് ആയിട്ട് നോംസ് കൊണ്ടുവന്നുണ്ട്. പ്രിസ്ക്രിപ്ഷൻ ഓൺലൈനിൽ കൊടുക്കരുത്, പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കോപ്പി സൂക്ഷിക്കണം, പ്രിസ്ക്രിപ്ഷൻ ഏറ്റവും പുതിയ പ്രിസ്ക്രിപ്ഷൻ മാത്രമേ സാധനം സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവന്നുണ്ട്. ഒരു പരിധി വരെ നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റും. വേണ്ടാത്ത സാധനം നമ്മൾ കൊടുക്കത്തില്ലല്ലോ. നമ്മൾ കൊടുക്കില്ല. ഡയസപ്പം നമുക്ക് ദുരുപയോഗം ചെയ്യപ്പെടുന്നവൻ. ഡയസപ്പം നമുക്ക് ചെറുതാണ്, അതിലൊക്കെ വലുതാണ്. വേറെ സമ്മാനികളാണൊക്കെ. ഇത് വ്യാപാരി വ്യവസായി പേര്? വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി വി. സുനിൽകുമാർ. സുനിൽകുമാർ, ഓക്കെ, സ്വാഗതം. അപ്പൊ നമ്മുടെ 20-ാം തീയതി രണ്ടുപേരോടായിട്ട് പറയാം. 20-ാം തീയതി നമ്മൾ ഒരു വലിയ സമ്മേളനം നടന്നുണ്ട് കടപ്പുറത്ത്, കോഴിക്കോട് കടപ്പുറത്ത്. അന്ന് നമ്മൾ പ്രഖ്യാപിക്കും ഒരൊറ്റ MDMA കാരണം കേരളത്തിൽ പേര് പിടിക്കത്തില്ലെന്ന്. അവിടെ ഉണ്ടാവണം. ഓക്കെ, വ്യാപാരി ചിരിഹരി എന്ന് പറയുന്നത് ജീവിച്ചു തുടങ്ങുന്നുണ്ട്. മ്യൂസിക് ഏരിയ പറഞ്ഞു. അതായത് ലഹരിക്കെതിരെ താങ്കളുടെ നേതൃത്വത്തില് കേരളത്തിൽ മൊത്തം ഒരു പര്യടനം നടത്തുന്നതിന് സ്വാഗതം ചെയ്യുകയാണ്. കാരണം എന്താ പറഞ്ഞാല് ഈ വ്യാപാര മേഖലയില് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ, അതായത് നിരോധിക്കപ്പെട്ട ലഹരി, അങ്ങനെ തന്നെ പറയണം, ലഹരിക്കെതിരെയല്ല, നിരോധിക്കപ്പെട്ട ലഹരിക്കെതിരെയാണ് നമ്മളെ ക്യാമ്പയിന്. കാരണം കഴിഞ്ഞ ആഴ്ചയിലെ ഈ ലഹരിയുടെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി അക്രമം കാണിക്കുന്ന ചില സംഭവങ്ങൾ കോഴിക്കോടുണ്ടായിരുന്നു. ലഹരിയാണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കടകളിൽ ലഹരി വിൽക്കുകയോ അല്ലെങ്കിൽ ആ കടകളിൽ നിന്ന് ലഹരി ഉപയോഗിക്കാനുള്ള സൗകര്യമോ കൊടുക്കാത്ത ഒരിതാണെങ്കിലും ഇന്നത്തെ രീതിയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ലഹരിക്കെതിരെയുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി 10:30 കടകൾ അടയ്ക്കണമെന്ന് കൊടുകൂട്ടം സാമൂഹ്യ വിരുദ്ധര് ആവശ്യപ്പെടുകയും ചെയ്തു. 2 കടകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ഓക്കെ. അപ്പൊ നമ്മുടെ ഒരു മൂത്ത് SI കൂടെ റിട്ടയർ ചെയ്ത് എത്ര വർഷമായി? 17 വർഷം. ഇദ്ദേഹം അന്ന് കേട്ടുവഴിയുള്ള കാര്യമാണോ ഇന്നത്തെ ലഹരി? അല്ലല്ല, ഇത് ഇപ്പോഴും കൂടുതലാണ്, വളരെ കൂടുതലാണ് ചെയ്യേണ്ടത്. റിട്ടയർഡ് SI എന്നുള്ളത് പറയാൻ എല്ലാം അത് നിർത്തേണ്ടത് സാറിന്റെ, അതാണ് മുൻകൈ എടുത്ത് സാറ് ചെയ്യേണ്ട. സാർ എന്റെ പേര് കുടുംബത്തോടെ മോനു SIയുടെ പേരെന്തുവാ? സുജിത്ത്. ഓക്കെ, അന്വേഷണം പറയണം. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ശക്തിയാണ് നമുക്ക് വേണ്ടത്. പണ്ടുണ്ടായിരുന്നു, അതിനെങ്കിലും ശക്തി കൊണ്ട് സാറിന്. ഓക്കെ, സന്തോഷം.